Hello friends, all കൂട്ടുകാരെ ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സോൾഡർ കണ്ടോ ഇത്ര വളരെ സിമ്പിളായിട്ട് ഇതിന് സർക്യൂട്ടിന് വെച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ വലിയ ചിലവൊന്നുമില്ല, ഒരു 5 രൂപ പോലും വേണ്ട കൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ സിമ്പിളാണ്, നല്ലൊരു വർക്കും ആകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ യെസ്, വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ ഒരു മരത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കമ്പാണ്, അതിന് നടുക്ക് നമ്മൾ ഹോൾ ഇടണം. ഇതേപോലെ, അതായത് കണ്ടു വീഡിയോ കാണുന്ന പോലെ ഇതിലെ കൂടെ കണ്ട് അപ്പുറം കാണുന്ന ഒരു ഹോൾ ഇട്ടാം. അപ്പോൾ ഹോൾ ഇട്ട വഴി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ഇട്ടപ്പം പൊട്ടിപ്പോയി, 2 പീസായിപ്പോയി. പിന്നെ സീനില്ല, അപ്പോൾ അത് തന്നെ എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അത് തന്നെ പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 ഒരുമിച്ചായിട്ട് ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അപ്പം ഒട്ടിച്ച് വെക്കുമ്പം ഞാനൊരിവിടെ സാധാരണ ഒരു നമ്മുടെ ടേപ്പ് തന്നെ വെച്ച് ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാൻ ലുക്കും കാണും, നമുക്ക് ഒട്ടിക്കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിതേപോലെ ഒട്ടിച്ചിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഴയ ചാർജ് തീർന്നോ എൻ്റെ പഴയ ബാറ്ററി ഉണ്ട് കഴിഞ്ഞാൽ അത് എടുക്കുക. ഓക്കെ, അതിൻ്റെ പുറത്ത് കണ്ടോ ഇതേപോലെ ഒരു ചെറിയൊരു തിന്നായിട്ടുള്ള മെറ്റലിൻ്റെ ഷീറ്റ് കാണും കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് നിന്ന് വേണ്ടിയത്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് ബാക്കി സാധനം എടുത്തു വെക്കാം അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഷീറ്റ് കിട്ടി. അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ഹോൾ ഇട്ടില്ല, അതിലേക്കൊന്ന് ഇറക്കി വെക്കാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെടുത്തത്. ഓക്കെ, നമുക്ക് അത് അപ്പം ഒരു എന്താ പറയുക, ഒരു റൗണ്ടാക്കി എടുത്തിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്ത ശേഷം നമുക്കൊരു റൗണ്ടാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ടിന് പറ്റിയുള്ള എന്തെങ്കിലും സൈസിലുള്ള എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് റോളാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് റൗണ്ടാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോളിലേക്ക് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവാൻ നോക്കുക. സെറ്റായാലും ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കിയത്. പക്ഷേ അത് വെക്കുന്നേക്കാൾ നമുക്ക് ചെറിയ പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് റെസിസ്റ്റർ. ഇത് 1 വാട്ടിൻ്റെ റെസിസ്റ്ററാണ്, 6.8 ഓമിൻ്റെ. നിങ്ങൾക്ക് 10 ഓം വരെയുള്ള റെസിസ്റ്റർ എടുക്കാം, പക്ഷേ 1 വാട്ടിലായിരിക്കണം. 1/4 വാട്ട് പറ്റത്തില്ല, 1 വാട്ടിലുള്ള റെസിസ്റ്റർ തന്നെ വേണം. ഓക്കെ, പിന്നെ നമുക്ക് ഇച്ചിരി വയർ വേണം. പിന്നെ നമ്മുടെ ഫൈബർ ഗ്ലാസ് സ്ലീവ്, ഇതിന് വലിയ വിലയൊന്നും വരില്ല, ഒരു ഫീറ്റിന് നിന്ന് 2 രൂപ വില വരുള്ളൂ. 3 mm ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ റെസിസ്റ്ററിൽ 2 ടെർമിനൽ കാണും. അപ്പോൾ ഒരു ടെർമിനലിലേക്ക് ഒരു വയർ എടുത്ത് ചുറ്റുക. നമുക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി വെക്കണം ഒരു വയർ എടുത്തിട്ട്. ഇനി നമുക്ക് അടുത്തൊരു ടെർമിനൽ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇനിയൊരു വയർ എടുത്തിട്ട് നമുക്ക് ചുറ്റി വെക്കാം. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ഒരു സർക്യൂട്ട് ബോർഡിന് എടുത്തതാണ്. കടയിൽ പോകാൻ നിങ്ങൾക്ക് റെസിസ്റ്റർ 2 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഫൈബർ ഗ്ലാസ് സ്ലീവ് എടുക്കുക. നമുക്കത് ഫൈബർ ഗ്ലാസ് സ്ലീവിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റ് ആയാലും കത്തിപ്പോകത്തില്ല, അതായത് ഷോർട്ടാകാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ വയറിൽ കൂടെ പാസ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ഒരു വയറിന് വേണ്ടിയിട്ട് ഇട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ വയറിലേക്ക് ഒന്നും കൂടി ഇടണം. ഓക്കെ, ഞാൻ ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞത്, ഞാൻ റെസിസ്റ്റർ കടയിൽ മേടിച്ചില്ല, ഒരു പഴയ ഏതൊരു സർക്യൂട്ടിനകത്തുനിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും സർക്യൂട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ റെസിസ്റ്റർ നോക്കി എടുത്താൽ മതിയാവും, ഇല്ല കടയിൽ നിങ്ങൾക്ക് 2 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വയറിൽ നമ്മൾ ഫൈബർ ഗ്ലാസ് സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഹീറ്റാകും, കാരണം നമ്മുടെ റെസിസ്റ്റർ ഹീറ്റാവും, അത് പേടിക്കേണ്ട, ഒന്നും ആകത്തില്ല. അതായത് അത് കറണ്ട് ചെല്ലുമ്പോൾ ഹീറ്റാവും, അത് അടിച്ചു പോകത്തൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ആ ഫൈബർ ഗ്ലാസ് സ്ലീവൊക്കെ ഇട്ടിട്ട് വയറൊക്കെ സെറ്റപ്പാക്കി ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ആ റോൾ ചെയ്തെടുത്ത് ആ മെറ്റൽ ഷീറ്റിൽ വെച്ച് ആക്കിയില്ല, അതിലേക്ക് നമ്മൾ കയറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് പാകത്ത് ടൈറ്റായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ എടുത്ത മരത്തിൻ്റെ പീസിലേക്ക് നമ്മുടെ വയർ നമ്മൾ നേരെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതേപോലെ നമുക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ നേരത്തെ ആക്കി വെച്ച നമ്മുടെ ഷീറ്റിൻ്റെ റോള് അത് നമുക്ക് നമ്മുടെ വുഡിൻ്റെ ഇടയ്ക്കിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പേന എടുക്കാം. പേനയുടെ മുമ്പശത്തെ ഒരു ടോപ്പല്ല, ഇനി എന്താ പറയുക, ഒരു കോണിക്കൽ ഷേപ്പുള്ള സാധനം. അപ്പം അതിൻ്റെ ഹോൾ ഇച്ചിരി വലിപ്പമാക്കുക, കാരണം നമ്മുടെ വയർ പാസ്സാകത്തില്ല അത്രയും ചെറിയ ഹോളിൽ, അതുകൊണ്ട് ഇപ്പോൾ വലിയ തുറന്നാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ വയർ എടുത്ത് ഇതിൽ കൂടെ പാസ് ചെയ്തു. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അത് ഒരു ലുക്കിന് വേണ്ടി മാത്രമേ വെറുതെ വെച്ചെന്നേ ഉള്ളൂ, അത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇച്ചിരി ഗ്ലൂ ഗൺ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പം നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലൈ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാര്യമുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുക. ഒന്ന് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബാറ്ററി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതേപോലത്തെ മൊബൈൽ ചാർജർ 5 വാട്ടിൻ്റെ ചാർജറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ USB-യുടെ കേബിളുണ്ട്, അത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചാർജിൽ കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പഴയ ചാർജർ ഉണ്ടാകണം, ഞാൻ അതിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇപ്പോൾ അതേപോലത്തെ ചാർജറിലേക്ക് ഇതിൽ 2 വയർ കാണും, ചാർജർ 2 വയർ കാണും, പോസിറ്റീവ് നെഗറ്റീവ്. പക്ഷേ റെസിസ്റ്ററിൽ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്ന ആവശ്യമില്ല, എങ്ങനെ കൊടുത്താലും വർക്കാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വയറും കൂട്ടി പിരിച്ച് വെച്ചു. നമുക്കിതൊന്ന് ഇൻസുലേഷൻ ടോപ്പ് വെച്ചിട്ട് ഷോർട്ട് ആകാതിരിക്കാൻ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ കണ്ടോ ഇവിടെയാണ് ഹീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി, അതിനകത്ത് ചെറുതായിട്ട് പുക വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഫൈബർ ഗ്ലാസ് സ്ലീവിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അത് അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ട് ഒന്ന് മെൽട്ടാകുന്നതാണ്, അതുകൊണ്ടാണ്. പിന്നെ കണ്ടോ നമ്മുടെ ഷോൾഡറിങ് പേസ്റ്റിലേക്ക് വെച്ച് നോക്കിയപ്പോൾ കണ്ടോ പേസ്റ്റ് മെൽട്ടാകുന്നതാണ്. ഓക്കെ, നമ്മളിനി സോൾഡറിങ് ലെഡ് ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ ലെഡ് ഉരുകുന്നുണ്ട്. അപ്പോൾ സോൾഡർ കണ്ട് വർക്കാവുന്നുണ്ടെന്നാണ്. നമുക്ക് ടെസ്റ്റ് ആക്കാൻ വേണ്ടി 2 റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എലികൾ തമ്മിൽ നമുക്കൊന്ന് ഷോൾഡർ ചെയ്ത് നോക്കാം, ഷോൾഡർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ വീഡിയോ ഞാൻ ഇച്ചിരി സ്പീഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് തന്നെ ഇപ്പം തന്നെ ഒരുപാട് കൂടി, അതുകൊണ്ടാണ്. കണ്ടോ നമ്മൾ അടിപൊളിയായിട്ട് ഷോൾഡർ ചെയ്ത് കൊടുത്ത്. ഇനി ഷോൾഡർ ചെയ്തൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം, അതായത് ഷോൾഡർ എടുത്ത് നോക്കാം. കണ്ടോ അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ്ങും പ്രൊസീജിയറും, ഉണ്ടാക്കുന്ന പ്രൊസീജിയറും. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഷോൾഡറിങ് ഗണ്ണ്. വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയെടുത്ത് നമ്മൾ എങ്ങനെ ടെസ്റ്റിംഗ് എല്ലാം കാണിച്ചു. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോൾഡർ ഗൺ തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട്, അതായത് ഡെയിലി നിങ്ങൾ ഇലക്ട്രോണിക്സിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ബെറ്റർ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ഷോൾഡറിങ് ഗണ്ണ് മേടിക്കുന്നതായിരിക്കും. കാരണം അതിൻ്റെ അത്ര ഹീറ്റ് ആകത്തില്ല ഇത്, പക്ഷേ നമുക്ക് സാധാരണ ഷോൾഡറിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര ഹീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ വളരെ ചുരുങ്ങിയ കാശിൽ നമ്മൾ ഉണ്ടാക്കിയ അത്ര നമ്മൾ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അപ്പം സിമ്പിൾ സർക്യൂട്ട് ആർക്കും ചെയ്തെടുക്കാം. അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ. അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.